ഇന്നലെ രാത്രി നിന്റെ പ്രൊഫസർ വന്നിരുന്നു. അയാളെല്ലാം പറഞ്ഞു. ഒരേട്ടനും ഒരു അനിയത്തെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കാത്താണ് ഞാൻ ഇന്നലെ കേട്ടത്. ഇതിൽ നിന്നെ ഞാൻ തെറ്റു പറയില്ല, അയാളെയും തെറ്റു പറയാൻ പറ്റില്ല. തെറ്റു മുഴുവൻ എൻ്റെ. അയാൾ പറഞ്ഞു, നീ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ എന്തേ ഒച്ച വയ്ക്കാതിരുന്നതെന്നും കരയാതിരുന്നതെന്നും എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. പെൺകുട്ടികൾ വളരുന്നതും വലുതാവുന്നതൊക്കെ മനസ്സിലാക്കാൻ അമ്മ വേണം, അമ്മ തന്നെ വേണം. ഏട്ടൻ വെറും ഏട്ടനാവാനല്ലേ പറ്റൂ. നീ കരഞ്ഞിട്ടെന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇനി വരുന്നതൊക്കെ നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചേ പറ്റൂ. തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ കാണാൻ വരാറുന്ന പയ്യനോടും വീട്ടുകാരോടും വരണ്ടെന്ന് ഞാൻ പറഞ്ഞയച്ചു. ഇനി അത് വേണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ അവരോട് ചെയ്യുന്ന ചതിയായിപ്പോ. അതിന് എന്റെ മനസ്സിനെ ഒതുക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്റെ മോള് വിഷമിക്കരുത്. നിനക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നീ ആ പ്രൊഫസറെ തന്നെ വിവാഹം കഴിക്കണം. അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല മോളെ. ഇങ്ങനെ ഒരു വിവാഹം എന്ത് കാരണം കൊണ്ടാണെന്ന് ഒരിക്കലും ആരും അറിയരുത്. ഇതെന്റെ ഇഷ്ടപ്രകാരമാണെന്നും ഞാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചാണെന്നുമേ അറിയാവൂ, പറയാവൂ. അല്ലെങ്കിൽ നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ കളങ്കത്തിന്റെ കറ നിന്റെ അനിയത്തിമാരുടെ ജീവിതത്തെയും ബാധിക്കും. അവരുമൊക്കെ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അറിഞ്ഞ ആ ഹിറ്റ്ലറുടെ പെങ്ങള് സീതാലക്ഷ്മി ഇല്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ച്. വരൻ ആരാണെന്ന് അറിയണ്ടേ? അവളുടെ ആ കിഴവൻ പ്രൊഫസർ മോഹൻ തമ്പി. എഴുന്നേക്കാ പറഞ്ഞത് വെറുതെ അനാവശ്യം പറഞ്ഞ് പറ്റിയാലുണ്ടല്ലോ. കാര്യം എനിക്ക് അയാളോട് ദേഷ്യവും വിരോധമൊക്കെ ഉണ്ട് എന്ന് വെച്ച് ഇത്രയും ക്രൂരത അയാൾ കാണിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട അമ്മേ. ഗൗരി, എന്റെ അമ്മ സത്യം. പ്രൊഫസറുടെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ചേച്ചിയാ പറഞ്ഞത്. ചേച്ചി പ്രൊഫസറുടെ അടുത്ത് നേരിട്ട് അറിഞ്ഞതാ സീതയുമായിട്ട് അയാളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന്. ഗൗരി, ബാലേന്ദ്ര, ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇതൊരു വെടിമരുന്നാണ്. ഇപ്പൊ തീ കൊളുത്തിയാൽ അതവിടെ ശരിക്കും പൊട്ടും.